ലോകത്തിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള പല ആളുകളും ഇന്ന് എഫ്സിൻ ഫയൽസ് എന്ന പേര് കേൾക്കുമ്പോഴേക്ക് കിടുകിട വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എഫ്സിൻ എന്ന മനുഷ്യൻ ഇന്ന് ജീവനോടെ ഇല്ല എങ്കിൽ കൂടെയും അയാളുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തേക്ക് വരുമ്പോൾ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള പല ലോകരാജ്യങ്ങളിലും വലിയ പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും എഫ്സിൻ ഫയൽസിലുള്ളതായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ആരാണ് ഈ എഫ്സിൻ? എന്തുകൊണ്ടാണ് ലോകത്തിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള പല ആളുകളും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെയും ഫയലുകളെയും ഒക്കെ ഇന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ട്രംപിനും മോദിക്കും ഒക്കെ ഇയാളുമായിട്ടുള്ള ബന്ധം? വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. US-ലെ ഒരു ശതകോടീശ്വരനായിട്ടുള്ള വ്യക്തിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. അയാളുടെ ഒരു തുടക്കം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വെറും ഒരു സ്കൂൾ അധ്യാപകനായിട്ടാണ് അദ്ദേഹം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് ബാങ്കിങ്ങിലേക്കും ഫിനാൻസിലേക്കും ഒക്കെ അയാൾ എത്തിച്ചേരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെയും ധാരാളമായിട്ട് പണം സമ്പാദിക്കുകയും ഒരു മില്യനെയർ ആയിട്ട് ജെഫ്രി മാറി വരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാടധികം ഫേമസ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അതുപോലെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഹോളിവുഡ് ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഈ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരുമായിട്ടുള്ള നല്ലൊരു നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് എഫ്സിൻ എപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പാർട്ടികൾ ഹോസ്റ്റ് ചെയ്യുക, നിശാ പാർട്ടികൾ നടത്തുക എന്നതായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതിനായിട്ട് ന്യൂയോർക്കിൽ വലിയൊരു മാൻഷൻ തന്നെ അദ്ദേഹം മേടിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒട്ടനവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നിശാ പാർട്ടികൾ അദ്ദേഹം അവിടെ സംഘടിപ്പിക്കുകയാണ്. ഈ പാർട്ടികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. ഈ വരുന്ന ആളുകളെ ഒക്കെ തന്നെയും മാക്സിമം സന്തോഷിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരുന്നു എഫ്സിന്റെ ഓരോ പാർട്ടികളും നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു പച്ച മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കള്ളിന് കള്ള്, പെണ്ണിന് പെണ്ണ്, അങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ടും സമൃദ്ധമായ രീതിയിലാണ് എഫ്സിൻ തൻ്റെ HNIകൾക്ക് വേണ്ടിയിട്ട് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ള ഈ പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം അത് മുമ്പേ പറഞ്ഞതുപോലെ ന്യൂയോർക്കിലായിരുന്നുവെങ്കിൽ പിന്നീട് അയാൾ സ്വന്തമായിട്ടൊരു ദ്വീപ് മേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. 75 ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന് പറയുന്ന ദ്വീപിലാണ് പിന്നീട് എഫ്സിൻ തൻ്റെ ഈ പാർട്ടികളൊക്കെ തന്നെയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ടേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ പ്രൈവറ്റ് ജെറ്റ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറ്റ് പുറം ലോകവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ സംവിധാനങ്ങളിൽ നിന്നൊക്കെ തന്നെയും അകന്നുകൊണ്ട് ഒരു ദ്വീപ്, ആ ദ്വീപിനകത്ത് ഇയാളുടെ പാർട്ടികളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ അരങ്ങേറുന്നു. ഈ ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുറം ലോകത്തിന് എന്താണ് അവിടെ കൃത്യമായിട്ട് സംഭവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2005 ആ ഒരു കാര്യം സംഭവിക്കുന്നത്. 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് രംഗത്തേക്ക് വരുന്നു. എഫ്സിന്റെ പാർട്ടികളിൽ പ്രായപൂർത്തിയാകാത്ത താൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ പങ്കെടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവരെ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു ഈ ഒരു പരാതി. ഇത്തരത്തിൽ 35ഓളം വരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഈ പാർട്ടികളിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും അതും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പണം ഓഫർ ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിന്റെ എല്ലാം അനന്തരഫലമായിട്ട് 2008 എഫ്സിൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ജയിലിൽ അടക്കപ്പെടുന്നുണ്ട്. എന്നാൽ 13 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് ലോകത്തിന് കാണാൻ സാധിച്ചത്. പിന്നീട് അയാൾ വീണ്ടും അറസ്റ്റിലാക്കപ്പെടുന്നത് 2019 ഈ പ്രാവശ്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സെക്ഷൽ ട്രാഫിക്കിംഗ് നടത്തി എന്നൊരു കേസിലാണ് ഇയാൾ അറസ്റ്റിലാക്കപ്പെടുന്നത്. 1 മാസത്തോളം അത്തരത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ ജയിലിനകത്ത് കഴിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 1 മാസത്തിന് ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തു എന്ന റിപ്പോർട്ടാണ് ലോകത്തിന് കേൾക്കാൻ സാധിച്ചത്. ഇവിടെയും ഒരുപാട് തരത്തിലുള്ള നിഗൂഢതകൾ, ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇയാൾ ആത്മഹത്യ ചെയ്തതാണോ അതോ കൊന്നതാണോ എന്നൊരു വലിയ ചോദ്യം തന്നെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള പല ആളുകളുമായിട്ട് ജെഫ്രി എപ്സ്റ്റീന് ബന്ധമുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയും ഇയാളുടെ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.
ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രേഖകളൊക്കെ തന്നെയും എപ്സ്റ്റീൻ്റെ പക്കലുണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് പല ആളുകളും വിശ്വസിക്കുന്നത് ഈ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും വീഡിയോകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള ആളുകളെയെല്ലാം എപ്സ്റ്റീൻ വിലക്കെടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് തിരിയുന്നുണ്ട്. അതോടൊപ്പം പോലീസുകാർ വിശദമായ രീതിയിൽ തന്നെ എപ്സ്റ്റീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാളുടെ പാർട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അനന്തര ഫലമായിട്ട് ഏറെക്കുറെ 60 ലക്ഷം പേജുകളുള്ള ഡാറ്റയാണ്, ഫയലുകളാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ക്രോഡീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡാറ്റയുടെ കാര്യം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫയൽസിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ വോയിസ് റെക്കോർഡ്സ് ഉണ്ട്, വീഡിയോകളുണ്ട്, ഇമെയിലുകളും ചാറ്റുകളുമുണ്ട്, അതുപോലെ തന്നെ ഫ്ലൈറ്റുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളുണ്ട്, അതിനകത്ത് ഒരുപാടധികം ഡാറ്റകളുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു വലിയ എമൗണ്ട് ഓഫ് ഡാറ്റകളാണ്. അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരുപാടധികം ആളുകൾ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഡാറ്റകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ആളുകളുടെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും അധികം നമുക്ക് ഒന്നാമതായി കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. 1600ഓളം തവണയാണ് അദ്ദേഹത്തിൻ്റെ പേരുകൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് എപ്സ്റ്റീൻ്റെ വ്യത്യസ്ത മെയിലുകളിലും മറ്റുമൊക്കെ ആയിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 8 തവണ എപ്സ്റ്റീനും ഡൊണാൾഡ് ട്രംപും ഒരേ വിമാനത്തിൽ യാത്ര നടത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്ന വ്യക്തി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽപ്പെട്ട ഒരാളായിട്ടുള്ള ബിൽ ഗേറ്റ്സ് ആണ്. അടുത്തതായിട്ട് മൈക്കൽ ജാക്സൺ വരുന്നുണ്ട്, ഡികാപ്രിയോ പോലുള്ള ഹോളിവുഡിൽ നിന്നുള്ള പല സ്റ്റാർസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആൻഡ്രൂ രാജകുമാരൻ വരുന്നുണ്ട്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും അധികം പ്രശസ്തരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. അദ്ദേഹം വരെ ഈ എപ്സ്റ്റീൻ്റെ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയും ജനശ്രദ്ധ വലിയ തോതിൽ തന്നെ ഈ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ജനങ്ങൾ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഈ ഫയലുകളൊക്കെ തന്നെയും പുറത്തു വിടാൻ വേണ്ടി ശക്തമായ രീതിയിലുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം അനന്തരഫലമായിട്ട് 2025 US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എപ്സ്റ്റീൻ ഫയൽ ട്രാൻസ്പെറൻസി ആക്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനടിസ്ഥാനത്തിൽ 2025 ഡിസംബറിൽ 30,000 പേജുകൾ അടങ്ങുന്ന എപ്സ്റ്റീൻ ഫയൽസിന്റെ ഭാഗമായിട്ടുള്ള ഡാറ്റകളൊക്കെ തന്നെയും പുറത്തു വിടുകയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് ഡാറ്റകൾ പുറത്തു വരുന്നത് 2026 ജാനുവരിയിലാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ്. ഏറെക്കുറെ 3.5 മില്യൺ ഡാറ്റകളാണ്, പേജുകൾ വരുന്ന 3.5 മില്യൺ പേജുകൾ വരുന്ന ഡാറ്റകളാണ് പുറത്തു വിടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2000-ലധികം വീഡിയോകൾ വരുന്നുണ്ട്, 2 ലക്ഷത്തിലധികം ഫോട്ടോകൾ വരുന്നുണ്ട്, ഒരുപാടധികം ട്രാവൽ ലോഗ്സ് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഫയൽസ് ആണ്, എപ്സ്റ്റീൻ ഫയൽസ് ആണ് ഇതിനോട് തന്നെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ പുറത്തുവിടപ്പെട്ട ഫോട്ടോകളുടെയും വീഡിയോകളുടെയും അല്ലെങ്കിൽ അതിലെ ഓരോ പേജുകളുടെയും ഡാറ്റകളുടെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അതിലൊക്കെ തന്നെയും വിക്ടിംസിൻ്റെ നെയിമും പ്രൈവറ്റ് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ തന്നെയും കംപ്ലീറ്റ്ലി മായ്ച്ചു കളയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയും ബ്ലാക്ക് നിറത്തിൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ചില ഫോട്ടോകളൊക്കെ തന്നെയും കാണുമ്പോൾ നമ്മളൊക്കെ തന്നെയും ഞെട്ടിത്തരിച്ചു പോകുന്ന രീതിയിലൊക്കെയുള്ള ഫോട്ടോകൾ തന്നെയാണ് എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഭാഗമായിട്ട് നിലവിലും പുറത്തു വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വിടപ്പെട്ട ഈ എപ്സ്റ്റീൻ ഫയൽസിലാണ് മോദിയുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിലവിൽ പുറത്തു വിടപ്പെട്ട ഈ ഫോട്ടോകളുടെയും വീഡിയോകളുടെയും ഒക്കെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവ പലതും എപ്സ്റ്റീൻ്റെ പാർട്ടികളിൽ നിന്നുള്ളതാണ്. അതിൽ തന്നെ ലോകത്തിലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വളരെയധികം പ്രശസ്തരായിട്ടുള്ള പല ആളുകളെയും ഒരുപാടധികം വയസ്സ് കുറവുള്ള പെൺകുട്ടികളുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ചില ആളുകൾക്കൊക്കെ തന്നെയും പകുതി മാത്രമേ വസ്ത്രമുള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് നിലവിൽ ഈ ഫോട്ടോകളും വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഒക്കെ തന്നെയും എപ്സ്റ്റീൻ ഭീഷണിപ്പെടുത്തിയിരുന്നോ, ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നോ എന്നതാണ് ആ ഒരു കാര്യം. ഇവിടെ പലരും പരാമർശിക്കുന്നത് ജെഫ്രി എപ്സ്റ്റീൻ CIA-യുടെ അറിവോടുകൂടെയാണ് ഇത്തരം പാർട്ടികൾ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ അവകാശപ്പെടുന്നത് മൊസാദിൻ്റെ ഒരു ഏജന്റ് കൂടെയായിരുന്നു എപ്സ്റ്റീൻ, അങ്ങനെയാണ് അയാൾക്ക് ഇത്ര വലിയ കോടീശ്വരനായിട്ട് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അതായത് ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളും ഇയാൾ കൈക്കലാക്കുന്നതോടുകൂടെ
മറ്റൊരു രാജ്യത്തിന് വേണ്ട ആവശ്യങ്ങൾ പോലും ഈ ആളുകളെ വെച്ചുകൊണ്ട് ഈ HNIകളെ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാൻ, ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ എഫ്സ്റ്റീന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പം അമേരിക്കയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആവശ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൺട്രി നേരെ ആദ്യം സമീപിക്കുന്നത് എഫ്സ്റ്റീനെ ആയിരിക്കും. എഫ്സ്റ്റീൻ്റെ പക്കലാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചില വീഡിയോകളും ക്ലിപ്പുകളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. എഫ്സ്റ്റീൻ്റെ ഒരു ശൈലി പ്രകാരം ആദ്യം അയാൾ നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് നോക്കും. ഇനി അത് നടപടി ആകുന്നില്ല എങ്കിൽ ഈ ഫയൽസ് എല്ലാം തന്നെ വെച്ചിട്ട് ഇയാൾ ബ്ലാക്ക് മെയിലിംഗിലേക്ക് കടക്കുകയും ഏറ്റവും അവസാനം മറ്റൊരു രാജ്യത്തിന് വേണ്ട കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ ബ്ലാക്ക് മെയിലിംഗിലൂടെ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ അനന്തര ഫലമായിട്ട് ധാരാളം പണം സമ്പാദിക്കാൻ കൂടെ എഫ്സ്റ്റീന് സാധിക്കുന്നു. അപ്പം ഈ ഒരു രീതിയിലായിരുന്നു എഫ്സ്റ്റീൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് പലരും വിശദീകരിക്കുന്നത്. മാത്രമല്ല അയാളുടെ ഈ പ്രൈവറ്റ് ഐലൻഡിലും വിശദമായിട്ട് പരിശോധനകൾ നടത്തുമ്പോൾ ഒരുപാടധികം ബെഡ്റൂമുകളും അതിനകത്ത് തീർത്തും വിചിത്രമായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഹിഡൻ ക്യാമറകൾ കൂടെ ജെഫ്രി സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ കൂടെയും US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ, വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും എഫ്സ്റ്റീൻ ഈ ആളുകളെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന രീതിയിലൊക്കെയാണ്. നിലവിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം ഫയൽസിന്റെ പകുതി മാത്രമേ ഇതിനോടകം റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇനിയും ഒരു വലിയ ഭാഗം തന്നെ റിലീസ് ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട്. ഒരു പക്ഷേ അതുകൂടെ റിലീസ് ആകുന്ന അവസരത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ ലോകത്തിലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള പല ആളുകളെയും പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് അവ മാറി വരാനുള്ള സാധ്യതകൾ വലിയ തോതിൽ തന്നെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് മോദിയുമായി ബന്ധപ്പെട്ട പരാമർശം എന്ന കാര്യത്തെക്കുറിച്ച് കൂടെ നമുക്കൊന്ന് നോക്കാം. അതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് മോദിയുമായിട്ടുള്ള കണക്ഷനുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല പരാമർശിക്കുന്നത്, മറിച്ച് അനിൽ അംബാനിയും എഫ്സ്റ്റീനും നല്ലൊരു സൗഹൃദത്തിലാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 2017 അംബാനി എഫ്സ്റ്റീന് മെസ്സേജ് അയക്കുന്നുണ്ട്. ട്രംപിൻ്റെ സർക്കിളുമായിട്ടുള്ള ഒരു കണക്ഷൻ തനിക്ക് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് തന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന രീതിയിലായിരുന്നു ആ മെസ്സേജുകൾ ഉണ്ടായിരുന്നത്. ഇങ്ങനെ തുടർന്നു പോകുന്ന ഇവരുടെ സംഭാഷണങ്ങളിലായിട്ട് US അംബാസഡേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മോദി അവരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയും സംസാരിച്ചു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തൻ്റെ നിർദ്ദേശത്തെ തുടർന്നിട്ടാണ് എന്ന രീതിയിലൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ഇതൊക്കെയാണ് എഫ്സ്റ്റീന്റെ ഭാഗമായിട്ടുള്ള മോദിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ കൃത്യമായ രീതിയിൽ ആരാണ് എഫ്സ്റ്റീൻ, എന്താണ് അയാൾ ചെയ്തത്, എങ്ങനെയാണ് അയാൾ കുടുങ്ങിയത്, അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചത്, എന്തിനാണ് ലോകത്തിലെ ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള പല ആളുകളും എഫ്സ്റ്റീൻ ഫയൽസിനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്, ട്രംപിനും മോദിക്കും ഒക്കെ ഇതുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞു വെച്ചതുപോലെ എഫ്സ്റ്റീൻ ഫയൽസ് 60 ലക്ഷം പേജുകൾ വരുന്ന എഫ്സ്റ്റീൻ ഫയൽസിലെ 35 ലക്ഷത്തോളം വരുന്ന പേജുകൾ മാത്രമേ ഇതിനോടകം റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇനിയും ഒരു വലിയ ഭാഗം തന്നെ പുറത്തു വിടാനുണ്ട്. അതോടുകൂടെ എന്തൊക്കെ സംഭവിക്കുമെന്ന കാര്യങ്ങളൊക്കെ തന്നെയും തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് തന്നെയാണ്. നിലവിൽ പുറത്തുവിട്ട പേജുകളിൽ പോലും നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ അതിലൊക്കെ തന്നെയും ചില തിരുത്തലുകളൊക്കെ തന്നെയും സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെയാണ് പലരും ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ തന്നെയായാലും ഇനി എഫ്സ്റ്റീൻ ഫയൽസിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.